അദ്ദേഹം അതിൽ പറയുന്നത് മമ്പുറത്തെ തങ്ങളോട് പോയി സഹായം തേടുന്നതും മമ്പുറത്തെ മക്കാമിൽ പോയി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വലിയ രേഖകളുള്ള കാര്യമാണ് എന്ന നിലക്ക് അയാൾ ഒരായത്ത് ഓതുന്നുണ്ട്. ആ ആയത്തും അയാൾ സമർത്ഥിക്കുന്ന വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണല്ലോ ഇവരെപ്പോഴും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി തെളിവുകൾ പരതുന്ന ആളുകൾക്ക് ഒരു തെളിവും കിട്ടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് സഹായങ്ങളും സംരക്ഷണങ്ങളും കാവലുകളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സർവശക്തനായ റബ്ബ് ഉപമിച്ചത് എട്ടുകാലിയുടെ പാഴ്ശ്രമങ്ങളെ ഉപമിച്ചുകൊണ്ടാണ്. എട്ടുകാലി എന്ന് പറയുന്നത് ഒരു ദുർബലമായ ജീവിയാണ്. ആ ജീവി ഉണ്ടാക്കുന്ന വലയാണ് അതിൻ്റെ വീട്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മറ്റു അതിൻ്റെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ അതിന് സംരക്ഷണം നൽകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് എട്ടുകാലി വലയുണ്ടാക്കുന്നത്. പക്ഷേ ആ എട്ടുകാലി ദുർബലനാണ്, അതിനേക്കാൾ ദുർബലനാണ് ആ എട്ടുകാലി ഉണ്ടാക്കുന്ന വല. ഇതേപോലെ മുസ്ലിയാക്കന്മാർ ചില എട്ടുകാലി വലകളും കൊണ്ട് നടക്കുകയാണ്. അള്ളാഹുവിനോട് നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കണം, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി ഇസ്ലാമിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്നിട്ടില്ല. എന്നിട്ട് അതൊക്കെ സ്ഥാപിക്കാനാണ് ആയത്തുണ്ട്, കൃത്യമായ രേഖയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്തോരുന്നത്. എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിനോട് നേരിട്ടങ്ങ് ചോദിച്ചാൽ പോരെ, എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത്? നേരിട്ട് പടച്ചറപ്പിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോ പിന്നെ ഔസുൽ ആദം അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയുമാണ്. വസീല ആയത്തും അതുമായി യാതൊരു ബന്ധവുമില്ല. ഇന്നിവർ മമ്പുറത്തെ തങ്ങളോടും മുഹീദ്ദീൻ ശൈഖിനോടുമൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് രേഖയായിട്ടാണല്ലോ അയാൾ ആയത്ത് തുടക്കത്തിൽ ഓതുന്നത്. ആ ആയത്തും അയാൾ സമർത്ഥിക്കുന്ന വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പകൽ വെളിച്ചം പോലെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. അതേപോലെ തന്നെ അയാൾ പല രൂപത്തിലുള്ള യുക്തികളാണ് അയാൾ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിലും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക്, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പ്രചാരകന്മാർക്ക് വിശുദ്ധമായ വചനങ്ങൾ കൂട്ടുപിടിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും നഖലിനേക്കാൾ അഖലിനാണ് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ചില ആരാധനകൾ നിർവഹിക്കുമ്പോൾ സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, വ്യക്തികൾ അത് വളരെ പ്രധാനമാണ്. ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം. അവർക്ക് കിതാബിനേക്കാളും പ്രായോഗികതയാണ് തിരിയുക, നഖലിനേക്കാളും അഖിലാണ് തിരിയുക. ഇയാൾ പറയുന്നുണ്ട്, നാട്ടുകാരെയൊക്കെ ആൾക്കാർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ അറബി ആയത്തും ഹദീസൊന്നും വല്ലാതെ പറയുന്നില്ല, കാരണം അതില്ല. അതുകൊണ്ട് തന്നെ ചില യുക്തിയിലൂടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ തന്റെ യുക്തിവാദം അവതരിപ്പിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മമ്പുറത്തെ തങ്ങളോട് വിളിച്ച് തേടുന്നത്, മമ്പുറത്തെ തങ്ങളോട് സഹായം തേടുന്നത് ഏതുപോലെയാണത്രേ. നമ്മൾ ഹജ്ജിന് പോകുമ്പോ, ഉംറക്കൊക്കെ പോകുമ്പോ എന്ത് ചെയ്യുന്നു? മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നില്ലേ? എവിടെ നിസ്കരിക്കാൻ പറഞ്ഞത്? മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ. എന്താ മഖാം ഇബ്രാഹിമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ കയറി നിന്നൊരു കല്ലുണ്ട് അവിടെ. ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കല്ലിന്മേൽ ഇബ്രാഹിം നബി തങ്ങളുടെ കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തക്ബീർ കെട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുജൂദ് ചെയ്യാൻ പോവാണ്. നല്ല തൗഹീദും ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ, പടച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സുജൂദ് എന്തിനാ ഇബ്രാഹിം നബിയുടെ കാൽക്ക് പോയി ചെയ്യുന്ന ഒരു ശിർക്കാവൂലേ? അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. മതത്തിന് പുറത്തു പോകുന്ന കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ മുസല്ലയാക്കണം. എന്താ കാരണം? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇബ്രാഹിം നബിയോട് ആദരവും അള്ളാഹുവിനോട് ആരാധനയും, ഇബ്രാഹിം നബിയോട് ആദരവും അള്ളാഹുവിനോട് ആരാധനയും. ആദരവിലൂടെയാണ് ആരാധനയിൽ എത്തേണ്ടത്. ഇബ്രാഹിം നബിയെ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എടുക്കാൻ ശ്രമിക്കുക. ഈ ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ആരാധനയല്ല, അത് ആദരവ് മാത്രമാണ്. ഈ ആദരവിനെ ആരാധനയാക്കി ചിത്രീകരിച്ചതാണ് നമ്മുടെ സമൂഹത്തിനുണ്ടായ അപകടം. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ നമ്മൾ ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ കാലിന്റെ ചോട്ടിൽ പോയി സുജൂദ് ചെയ്യുകയാണത്രേ. ആർക്കുള്ള സുജൂദ്? മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. ഈ മുസ്ലിയാക്കൾ ഇത്രത്തോളം മതപ്പതിച്ചല്ലോ. ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. എത്ര തവണ മക്ക മദീനയിൽ പോയവരുണ്ടാകും ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ. ലക്ഷക്കണക്കിന് ഹാജിമാർ ഇന്നും മക്കയിൽ പോകുന്നു. അവരെ തവാഫ് നിർവഹിച്ചതിന്റെ ശേഷം അവർ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണോ?
ഇബ്രാഹിം നബിയോട് ഏതെങ്കിലും വിധത്തിൽ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥന അതിലുണ്ടോ? ഇബ്രാഹിം നബിയിൽ നിന്ന് പുണ്യം തേടൽ അതിലുണ്ടോ? ഇബ്രാഹിം നബി ഞാനിവിടെ സുജൂദ് ചെയ്യുന്നത്, അദ്ദേഹം ചവിട്ടി നിന്ന കാൽപാദം ചവിട്ടി നിന്ന അവിടെ സുജൂദ് ചെയ്യുന്ന, അതിൻ്റെ പിന്നിൽ സുജൂദ് ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഴിയുമെന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി വിചാരിക്കുന്നുണ്ടോ? ഈ മുസ്ലിയാക്കൾ ഒരുപക്ഷെ ഈ മുസ്ലിയാക്കൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഹജ്ജ് ബാത്തിലുമാണ്. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കുവാൻ അള്ളാഹുവാണ് കൽപ്പിച്ചത്. അതുകൊണ്ടാണ് അവിടെ നമസ്കരിക്കുന്നത്. റബ്ബിന്റെ കൽപ്പന അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത് കൊണ്ടാണ് നമ്മളവിടെ 2 റക്അത്ത് നമസ്കരിക്കുന്നതും അള്ളാഹുവിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുന്നതും. ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് പുണ്യം തേടുകയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് അറിയുന്ന നിലക്ക് ഇബ്രാഹിം നബിക്കുള്ള സുജൂദായോ ലോക മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള പമ്പര വിട്ടിത്തം വിളമ്പുന്ന പൂക്കോട്ടൂർക്കാരനെ പോലെയുള്ള മുസ്ലിയാക്കൾക്ക് അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദായിരിക്കാം. ഞങ്ങൾക്ക് ലോക മുസ്ലിമീങ്ങൾക്ക് അത് ഇബ്രാഹിം അലൈഹിസ്സലാമിനുള്ള സുജൂദല്ല. കൊല്ലത്തിൽ ഒരു ദിവസം, ഒരു സമയം, ഒരു സ്ഥലം, പരിശുദ്ധമായ അറഫ പുണ്യഭൂമിയിൽ ദുൽഹജ്ജ് 9 ളുഹർ ബാങ്ക് വിളിച്ചിട്ട് അത് ആ ദുആക്ക് വേണ്ടി ലോകത്തെ സകല സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടും. ഒരുപാട് നല്ല മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നു എന്നതുകൊണ്ട് മോശപ്പെട്ട ആളുകൾക്ക് പോലും നല്ലവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഉത്തരം നൽകുന്ന, നല്ലതിന്റെ കൂടെ മോശപ്പെട്ടവർ ചേർന്നപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയതാ. അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാ നല്ല മനുഷ്യന്മാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അപ്പോൾ നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തിൽ, നല്ല മനുഷ്യരുടെ കേന്ദ്രത്തിൽ പോയി ദുആ ചെയ്താൽ മമ്പറത്തങ്ങൾ സ്വാലിഹായ മനുഷ്യരായിരുന്നു. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മഹാന്റെ മക്ബറയിൽ പോയി അദ്ദേഹത്തെ മുൻനിർത്തി ദുആ ചെയ്യുമ്പോ അദ്ദേഹത്തിൽ നിന്നുള്ളൊരു ഗുണം അള്ളാഹു വഴി നമുക്ക് കിട്ടും. അദ്ദേഹത്തിന് ആ കഴിവ് കൊടുത്ത് പടച്ച റബ്ബാണെന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ മമ്പറത്തെ തങ്ങളെ പൂജിക്കല്ല, മമ്പറത്തെ തങ്ങളോട് പ്രാർത്ഥിക്കല്ല, അവിടെ സുജൂദ് ചെയ്യാനോ അവിടെ പൂവിട്ട് പൂജിക്കാനോ നമുക്ക് അനുമതിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ആരാധനയല്ല, ആദരവ് നിലനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ പിന്നെ അർഫയിലേക്ക് പോണോ? അയാൾ പിന്നെ പറയുന്ന വേറൊരു കാര്യം എന്താണ്? മമ്പറത്ത് പോയി പ്രാർത്ഥിക്കുന്ന എന്തിനാ? നമ്മളെ അറഫയിൽ പോണില്ലേ എന്ന്. നമ്മളെ വീട്ടിൽ നിന്ന് ദുആ ചെയ്താൽ പോരെ, പിന്നെന്തിനാ അറഫയിൽ പോണേന്ന്? അറഫയിൽ പോകുന്നതും മമ്പറത്ത് പോകുന്നതും ഒരേപോലെയാക്കുകയാണ് മുസ്ലിയാർ, കബളിപ്പിക്കലാണ്. അറഫയിൽ പോയിട്ട് ലോക മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ ആരുടെയെങ്കിലും മക്ബറയുണ്ടോ? അവിടെ ആരെയെങ്കിലും മറമാടിയ മരണപ്പെട്ട മഹാത്മാക്കളോട് അവിടെ പോയി തേടുന്നുണ്ടോ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് പറയണേ എന്ന് മഹാത്മാക്കളോട് അവിടെ പോയി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഈ മുസ്ലിയാക്കൾ അവരുടെ ടീമിനെയൊക്കെ ഹജ്ജിന് കൊണ്ടുപോകുന്നത് ഒരു വേള അതിനായിരിക്കാം. അറഫയിൽ പോയി നബിമാരോടും മറ്റുള്ളവരോടുമൊക്കെ പ്രാർത്ഥിക്കാനായിരിക്കാം ഇവർ ഹജ്ജിന് കൊണ്ടുപോകുന്നത്. ലോക മുസ്ലിമീങ്ങൾ അറഫായിൽ നിൽക്കുന്നത് അവിടെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിശ്ചിത സമയം, ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള ആ സമയം അവിടെ നിൽക്കുന്നത്. അവരുടെ അന്നത്തെ ഏറ്റവും വലിയ ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ലോകത്തെ എല്ലാ നബിമാരും ഏറ്റവും ശ്രേഷ്ഠമായ വാചകമായി പഠിപ്പിച്ച തൗഹീദിന്റെ കലിമ ഉരുവിട്ടുകൊണ്ടും അള്ളാഹുവിലേക്ക് മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൗബാ മനസ്ഥിതിയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസരമാണ് അറഫായിലുള്ള ദുആകൾ. വിശ്വാസികളായ ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെയും സർവശക്തനായ റബ്ബിലേക്ക് മാത്രം ഇഖ്ലാസോടെ, മറ്റാരോടും പ്രാർത്ഥിക്കാതെ, മറ്റാരിലേക്കും തിരിയാതെ റബ്ബിലേക്ക് മാത്രം അവരുടെ കരങ്ങൾ ഉയർത്തുന്ന ദിവസമാണത്. അതിനെയാണ് ഇയാൾ കൊണ്ടുവന്ന് തെളിവാക്കി കൊടുക്കുന്നത്. എന്തിനെ? മമ്പറത്തെ മഖാമിൽ ദർഗയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിന്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. മമ്പറത്തെ മഖാം പോയിട്ട് എന്താ ചെയ്യുന്നത്? മമ്പറത്തെ തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കാണ്. അവിടെ ജാറം മൂടുന്നുണ്ട്, അവിടെ വിളക്കുകൾ കൊളുത്തുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഖബർ തൊട്ട് വന്നിക്കുന്നുണ്ട്, പെട്ടിയിൽ പണമിടുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് തേടുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാരണം മമ്പറം മൗലൂദിൽ പറയുന്നത് തന്നെ എന്താ? മമ്പറത്തെ മൗലൂദിൽ പോലും പറയുന്നത് എന്താ? നേർക്ക് നേരെ വിളിച്ച് തേടാണ്. അല്ലാതെ അറഫാത്തിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ഹാജിമാരിൽ കുറേ നല്ലവരുണ്ടാകും. ആ നല്ലവരായ ആളുകൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കും അവിടെ കുറേ ഗുണങ്ങൾ കിട്ടും. കാരണം അവിടെ കുറേ നല്ലവരും കൂടിയിട്ടുണ്ടല്ലോ. ഇയാൾ വളഞ്ഞു തിരിഞ്ഞ് ന്യായം ഉണ്ടാക്കുകയാണ് മമ്പറത്ത് പോകാനേ. മമ്പറത്ത് പോണത് അതിനാ. മമ്പറത്ത് പോണത് എന്തിനാണ്? മമ്പറത്ത് പോകുന്നത് മമ്പറത്തെ തങ്ങളോട് നേരിട്ട് ചോദിക്കാനാണ്, നേരിട്ട് വിളിക്കാനാണ്. യാ നാസീറൻ ലിൽ ഇബാദി ഫീ മുസ്തരികിൽ ഇനാദി യാ മുഅ്തിയൻ ലിൽ മുറാദി സിദിയാനൈലൽ മറാമി. ഏത് ഉദ്ദേശങ്ങളെയും ഏത് അടിമകൾക്കും നൽകുന്നവനായ
സർവ്വ അടിമകൾക്കും സഹായം നൽകുന്ന സഹായിയായ തങ്ങളെ, എൻ്റെ പ്രതീക്ഷ നിങ്ങളാണ്. യാ മൽജഅൻ ലിൽ ബറായ ഫീ മുസ്തദമി റസായ കുൻ ഹഫീളൻ ലിൽ ബലായ സിദിയാ നൈലൽ മറാമി. മമ്പറത്തെ തങ്ങളെ വിളിച്ച് തേടാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ അഭയകേന്ദ്രമാണങ്ങ്. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നിങ്ങൾ ഞങ്ങൾക്ക് കാവൽ തരണം, നിങ്ങൾ ഞങ്ങൾക്ക് കാവൽ തരണം. രോഗം പറഞ്ഞു, പ്രയാസം പറഞ്ഞു, ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളുടെ ഖബറുകൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുല്ലിയ സിദി മുഈന ഫീ കുല്ലി ഹാലിൻ കനീന, ഏതവസരത്തിലും എനിക്ക് നിങ്ങൾ സഹായിയാവണം. മിൻ കുല്ലി മിഹ്നിൻ ഖരീന സിദിയാ നൈലൽ മറാമി. മമ്പർത്ത തങ്ങളോട്, മമ്പറം സൈദലവി തങ്ങളുടെ ദർഗയിൽ കയറി ചെന്നിട്ട് ചോദിക്കണം അവരുടെ, മമ്പർത്തപ്പാപ്പ എൻ്റെ രോഗം മാറ്റണം, പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് അഭയം നൽകണം, എന്നെ സംരക്ഷിക്കണം എന്നിങ്ങനെ മമ്പറത്തെ ദർഗയിൽ പോയിട്ട് അവിടെ പോയിട്ട് ചെയ്യുന്ന തനിച്ച ശിർക്കൻ പ്രാർത്ഥനയ്ക്ക് തെളിവാണ് പൂക്കോട്ടൂര് മുസ്ലിയാര് അറഫാത്തിൽ ലക്ഷക്കണക്കിന് ഹാജിമാര് നിന്ന് ദുആ ചെയ്യുന്നതിനോട് ഉപമിച്ചത്. അതാണ് ഇത്രയും മൂപ്പരിക്കുള്ള തെളിവ്. എന്തിനാണ് മുസ്ലിയാരെ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? നിങ്ങളെപ്പോലെ വിവരമില്ലാത്ത അന്തം കമ്മികളാണ് ജനങ്ങളെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എല്ലാ കൗമിനെയും നിങ്ങൾക്ക് അങ്ങനെ പറ്റിക്കാൻ എന്നും ആവില്ല എന്ന തിരിച്ചറിവെങ്കിലും നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കൾക്കുണ്ടാകണം. പിന്നെ നിങ്ങളുടെ അടുത്ത ന്യായീകരണം എന്താണെന്നറിയോ? ഈ മമ്പർത്ത തങ്ങളോട് പോയിട്ടാണ് വിളിച്ചാലാണ് പ്രാർത്ഥനയാവൊന്നുമില്ല. എന്തേ നിങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറയാൻ പേടിയുണ്ടോ? പൂക്കോട്ടൂരെ നിങ്ങൾക്ക് വിളി എന്ന് പറയണ എന്താ പ്രാർത്ഥന എന്ന് പറയാൻ നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തുണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പിന്? ആ വേദനയൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ പലയിടങ്ങളിലും നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട് എന്ത്? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് തന്നെ. മമ്പർത്ത തങ്ങളോട് പ്രാർത്ഥിച്ചു. മമ്പറത്ത തങ്ങളോട് പ്രാർത്ഥിക്കുന്നില്ല എന്നല്ലേ പൂക്കോട്ടൂരെ നിങ്ങൾ പറയുന്നത്? എന്നാൽ നിങ്ങൾ കണ്ണു തുറന്നു വായിക്ക് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ. കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാർ മമ്പറത്ത തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കാണട്ടെ. എന്നിട്ട് ഇപ്പൊ പൂക്കോട്ടൂര് നല്ല വിള്ള ജമയാണ്, ഞങ്ങൾ വെറുതെ മമ്പറത്തെ എന്ന് വിളിക്കുന്നുള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. എന്നിട്ട് മൂപ്പരുടെ വക ഒരു ന്യായീകരണം. എന്താ ന്യായീകരണം? കേട്ടു നോക്കി. പിന്നെ വിളികളെല്ലാം പ്രാർത്ഥനയല്ലല്ലോ. ഒരാളെ നമ്മൾ വിളിച്ചു എന്ന് കരുതി എങ്ങനെ പ്രാർത്ഥനയാവുക? ആരാധനയുടെ ഉദ്ദേശത്തോടു കൂടി വിളിച്ചാൽ പ്രാർത്ഥനയാവും. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ അല്ലാഹുവല്ലാതെ ഇലാഹിനെ വിളിക്കാൻ പറ്റൂല. ആ വിളിച്ചാൽ തെറ്റാ, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളെ മമ്പർത്തങ്ങളെ എന്ന് വിളിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? മമ്പർത്തങ്ങളെ പടച്ചോനാന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാവും. മമ്പർത്തങ്ങളെ എന്ന് വിളിച്ചാൽ ദീനിന്ന് പുറത്ത്, എന്നാൽ ചെറുപ്പത്തിലേ ദീനിന്ന് പുറത്ത് വരും. എന്താ കാരണം? വീണപ്പോഴൊക്കെ ഞാൻ വിളിച്ചത് എന്റെ അമ്മയെന്ന്. പടച്ചോനല്ലേ വിളിക്കണ്ടേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അവിടെ നമ്മൾ വിളിക്കുന്നത് ഉമ്മ ദൈവമാണെന്നോ മമ്പർത്തങ്ങൾ ദൈവമാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മൾ ആ വിളിക്കുന്നത് ഒരു ആദരവിന്റെ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹാന് നമ്മളെ ശരിക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന ഒരു ബോധത്തിൽ നിന്ന് ഉത്ഭൂതമായതാ. അല്ലാതെ അദ്ദേഹം ദൈവമാണ് അല്ലെങ്കിൽ ദൈവം കൊടുക്കാത്ത എന്തോ പ്രത്യേക കഴിവുണ്ട് എന്ന് കരുതിക്കൊണ്ടല്ല. ഈ ഒരു തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ തീരും. ഈ ഒരു തത്വം ഇങ്ങനെ സമൂഹത്തിൽ ചില്ലറ അഭിപ്രായാന്തരങ്ങൾ പടർന്ന് നമ്മുടെ ചില ചെറുപ്പക്കാർ അത് ശരിയാണെന്ന് ചിന്തിച്ച് അല്പം ഒരു വിദ്യാസമ്പന്നനാകുമ്പോഴേക്കും പഴയ പുരോഗതി അല്ലെങ്കിൽ അധോഗതി ഇതൊക്കെ അവർ വിലയിരുത്തുന്നത് മതപരമായ ചിഹ്നങ്ങളിലൂടെയാണ്. മതപരമായ പഴമ മുറുകെ പിടിച്ചാൽ പഴഞ്ചനായി എന്നൊരു തോന്നല. ആ തോന്നലിൽ നിന്ന് ഉത്ഭൂതമായ ചില നവീന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് ആകർഷിക്കുന്നത്. അല്ലാതെ അവർ രണ്ടിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതുകൊണ്ടല്ല. എന്താ പേള് പറയുന്നത്? അത് എല്ലാ ഒരു വിളി എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനയോ? എന്നിട്ട് മൂപ്പര് പറയണേ, ഇവിടെ മമ്പർത്ത തങ്ങളെ വിളിക്കുമ്പോൾ അത് പ്രാർത്ഥനയാവണമെങ്കിൽ എന്ത് വേണം? ആരാധനയുടെ ഉദ്ദേശത്തോടെ വിളിച്ചാൽ പ്രാർത്ഥനയാവും. അത് മമ്പർത്ത തങ്ങൾ പടച്ചോനാണ്. സ്വന്തമായിട്ട് അള്ളൊന്നും കൊടുക്കാത്തൊരു കഴിവ് മമ്പർത്ത തങ്ങൾക്കുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തോടെ മമ്പർത്ത തങ്ങളെ വിളിച്ചാലേ അതെന്താവുള്ളൂ? മമ്പർത്ത തങ്ങൾക്കുള്ള പ്രാർത്ഥനയും ആരാധനയൊക്കെ ആവുള്ളൂ. അപ്പോൾ അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ വേറെ ഇലാഹിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അത് ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ മമ്പർത്ത തങ്ങൾ പടച്ചോനാണെന്നോ അല്ലെങ്കിൽ പടച്ചോൻ കൊടുക്കാത്തൊരു കഴിവ് മമ്പർത്ത തങ്ങൾക്ക് ഉണ്ടെന്നോ ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അത് ഏതുപോലെയുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലേ കാഫറായിട്ടുണ്ടാവുന്നു. പൂക്കോട്ടൂർ മൗലവി പറയാണ്, ഞാനൊക്കെ ചെറുപ്പത്തിലേ കാഫറായിട്ടുണ്ടാകുന്നു. എന്താണ്? മൂപ്പര് ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവുമ്പോൾ എൻ്റെ മേ എന്നാണ് ഇത്ര വിളിക്കാറുള്ളത്. അപ്പം എൻ്റെ മേ എന്ന് എല്ലാവരും വിളിക്കാറുണ്ടല്ലോ.
അപ്പൊ അതെന്താ, ഉമ്മ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഉമ്മാക്ക് ദൈവം കൊടുക്കാത്ത കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെ ഞങ്ങൾ മമ്പർത്തങ്ങളെ എന്ന് വിളിക്കുമ്പോഴൂ. എന്തിനാണ് മുസ്ലിയാരെ നിങ്ങൾ ഈ കബളിപ്പിക്കുന്നത്? ഈ കബളിപ്പിക്കൽ എന്തിനാണ് മുസ്ലിയാരെ? എത്ര കാലമായി നിങ്ങളിത് തുടങ്ങിയിട്ട്? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന നിലക്ക് യുക്തി പറഞ്ഞു തന്നതാപ്പത്. എൻ്റെ അമ്മയെന്ന് വിളിക്കണമായിരി അത്ര മമ്പർത്തങ്ങളേന്നും ബദരീങ്ങളേന്നും മുഹീദ്ദീൻ ഷെയ്ഖേന്നൊക്കെ വിളിക്കണത് എൻ്റെ അമ്മാന്ന് വിളിക്കും പോലെയാണ്. നിങ്ങളെ ഇതേ അസുഖം തന്നെയാണ് ആ വേറൊരാൾ ഒരു തങ്ങളുണ്ടല്ലോ, ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ആ മനുഷ്യനും ഇതേപോലെ ഒരു ഹജ്ജ് ക്ലാസ് എടുക്കാൻ വേണ്ടി കപ്പലിൽ വരുമ്പോൾ ബദരീങ്ങളെന്ന് വിളിച്ച് ആർക്കണെന്തിനാന്ന് ഗൾഫിൽ നിന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അയാൾ കൊടുത്തൊരു മറുപടി ഇതന്നെയായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെന്ന് വയറുവേദന വരുമ്പോൾ വിളിക്കുന്നുണ്ട്, അതേപോലെയുള്ളൂ. അതിന് നമ്മൾ കൊടുത്തൊരു മറുപടി ഉണ്ട് കാസർഗോഡ് ഫാമിലി കോൺഫറൻസിൽ. അത് നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. ഇതേ അസുഖം തന്നെയാണ് അയാൾക്കും ഉണ്ടായത്, ന്യായം അയാളും ഒന്നെന്നെ പറഞ്ഞത്. അപ്പൊ ഇതേ രൂപത്തിലുള്ള മറുപടി തന്നെയാണ് ഈ പൂക്കോട്ടൂരിനോടും പറയാനുള്ളത്. ഇനി പൂക്കോട്ടൂരെ നിങ്ങൾ എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ നിങ്ങളെ നീയത്തെന്താ? എൻ്റെ ഉമ്മ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ വിളി കേൾക്കും, എന്നെ കാണും. എൻ്റെ വിളി കേട്ടിട്ട് എൻ്റെ ഉമ്മ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തല്ലെങ്കിലും മരിച്ചു പോയാലും ഒക്കെ എൻ്റെ അമ്മേന്ന് വിളിച്ചാൽ എൻ്റെ അമ്മ അത് കേൾക്കുന്നുണ്ട്, വിളിക്കുന്ന എന്നെ കാണുന്നുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ എൻ്റെ അമ്മക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ പൂക്കോട്ടൂരെ നിങ്ങളൊക്കെ എൻ്റെ അമ്മേന്നൊക്കെ വിളിക്കാറുള്ളത്? എന്നാൽ നിങ്ങൾക്ക് അടുത്ത ശിർക്കിൽ തന്നെയാണ്. അങ്ങനെയാണോ നിങ്ങളൊക്കെ അമ്മാനെ വിളിക്കണം? ഞങ്ങളാരും അങ്ങനെ എൻ്റെ അമ്മേന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ആ വിശ്വാസമല്ല. എന്നാൽ നിങ്ങൾ മമ്പറത്തെ തങ്ങളേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? മമ്പർത്തങ്ങൾ കടലിൽ രക്ഷപ്പെടുത്തും, കരയിലും രക്ഷപ്പെടുത്താൻ മമ്പറത്തങ്ങളാണ്, കടലിലും രക്ഷപ്പെടുത്തുന്നത് മമ്പറത്തങ്ങളാണ്, പാപം പൊറുക്കുന്നത് മമ്പറത്തങ്ങളാണ്. അതല്ലേ നിങ്ങൾ മമ്പറത്തങ്ങളോട് തേടുന്ന കവിതകളില്ലേ? തെറ്റുകുറ്റം മൂത്ത പാപിയുടെ ഹൃത്തടത്തെ കുറ്റമറ്റതാക്കിടേണേ മമ്പുറത്തെ മുത്തേ. മമ്പറത്തെ തങ്ങളെ വിളിച്ചിട്ട് തേടുകയാണ് പാട്ടിലൂടെ. തെറ്റുകുറ്റം മൂത്ത പാപിയാണ് ഞാൻ, എൻ്റെ ഹൃദയത്തിൽ ധാരാളം തെറ്റുകളുടെ കറ കുമിഞ്ഞുകൂടിയിട്ടുണ്ട് മമ്പറത്തെ പാപ്പാ, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ഒന്ന് കുറ്റമറ്റതാക്കിടേണേ മമ്പുറത്തെ മുത്തേ എന്ന് പറഞ്ഞ മമ്പറത്തെ തങ്ങളെ വിളിച്ച് തേടുകയാണ്. നിങ്ങളുടെ വിശ്വാസം എന്താ? എൻ്റെ അമ്മേന്ന് വിളിക്കുന്ന പോലെ. അപ്പൊ എൻ്റെ അമ്മേന്ന് വിളിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസം ഈ മമ്പർത്തപ്പാപ്പ കേൾക്കും പോലെ എവിടുന്ന് വിളിച്ചാലും കേൾക്കും, കാണും. അതല്ലേ മമ്പർത്തങ്ങളെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസത്തോടെയാണോ നിങ്ങൾ മമ്പർത്തങ്ങളെ വിളിക്കുന്നത്? അത് കടുത്ത ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ എന്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. എന്നിട്ട് അതിന് പിന്നെ നിങ്ങൾ ഹജറുൽ അസ്വദിന്റെ അടുത്തുള്ള പ്രാർത്ഥന പോലെ, അതുപോലെ തന്നെ പിന്നെ ഈ അറഫാത്തിൽ വെച്ചുള്ള പ്രാർത്ഥന പോലെ, അതേപോലെ തന്നെ ഈ ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തോടൊക്കെ ഉപമിക്കുന്നുവെങ്കിൽ പരലോകത്തെ പേടിച്ചോളൂ പൂക്കോട്ടൂരടക്കമുള്ള മുസ്ലിയാക്കളെ എന്നേ നിങ്ങളോട് പറയാനുള്ളൂ. ഇത് അള്ളാന്റെ ദീനാണ്. ഈ ദീന് തൊട്ട് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടാൻ എളുപ്പം അതാണെന്ന് പഠിപ്പിക്കുന്ന ടീമാണ് പൂക്കോട്ടൂരെ നിങ്ങളടക്കമുള്ളവർ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങളുടെ തട്ടകത്തിലുള്ള ഒരു ഫൈസിയല്ലേ ഖുർആൻ വ്യാഖ്യാനം എന്ന പേരിൽ എഴുതിവിട്ടിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിൽ ആയത്തിന് പോലും പച്ച നുണാർത്ഥം കൊടുത്തത്? അള്ളാഹുവിനോട് നമ്മൾ നേർക്ക് നേരെ ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടൂല. പിന്നെ എന്തു വേണം? ആദ്യം നബിയോട് ചോദിക്കണം. നബിയോട് ചോദിക്കാതെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടൂല, അള്ളാഹു അവരോട് അടുക്കുകയില്ല എന്ന് പച്ച മലയാളത്തിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഫൈസി എഴുതി വിട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു ഫൈസി അല്ലേ പൂക്കോട്ടൂരെ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങളുടെ നയം എന്താണ് ആ ഫൈസി എഴുതിയതിനെ കുറിച്ച്? അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തരം കിട്ടുവാൻ ഏറ്റവും ഉത്തമം മഹാത്മാക്കളോട് ചോദിക്കലാണെന്ന് നിങ്ങളുടെ ടീമിൽപ്പെട്ട ആളുകൾ എഴുതിവിടുന്നു. നിങ്ങളുടെ നയം എന്താണ് അറിയാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. എന്നിട്ട് വലിയ വായയിൽ ജനങ്ങളുടെ മുമ്പിൽ പറയണേ, ഇത് ആലിമീങ്ങൾക്കുള്ളതല്ല, സാധാരണക്കാർക്ക് ഞാനിത് അപ്പങ്ങട്ട് നിങ്ങളൊക്കെ കൂടി ഞാനിങ്ങോട്ട് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ആരും വഹാബികളെ ചതിപ്പെട്ടു പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എട്ടുകാലി വലയേക്കാൾ ദുർബലമായ വാദവുമായി നടക്കുന്ന ഈ പൂക്കോട്ടൂരെ നിങ്ങളടക്കമുള്ള സർവ്വ മുസ്ലിയാക്കളോടും പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള വചനം എന്താണെന്നറിയോ? റബ്ബല്ലാത്ത ഇലാഹുകളെ നിങ്ങൾ പറയപ്പോൾ ഞങ്ങൾ ഇലാഹാക്കുന്നില്ല, ഞങ്ങൾ ദൈവാന്ന് വിശ്വസിക്കുന്നില്ല. എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആര് വിളിച്ചാലും കേൾക്കാനും കാണാനും അറിയാനും ഉത്തരം ചെയ്യാനും കഴിവുള്ള ഒരൊറ്റ ശക്തി ഏതുണ്ടോ ആ ശക്തിയാണ് ഇലാഹ്. ആ കഴിവ് മറ്റാർക്കെങ്കിലും നിങ്ങൾ വകവെച്ചു കൊടുത്താൽ ആ ശക്തിയെ നിങ്ങൾ ഇലാഹാക്കി, നിങ്ങളെ ഞങ്ങൾ ഇലാഹാക്കിയിരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ടിട്ട് വിളിക്കൊന്നും വേണ്ട. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്താൽ തന്നെ അവരെ ഇലാഹാക്കലായി.
തരണം ഉപ്പാപ്പ. മക്കളെ തരണം ഉപ്പാപ്പ. ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം ഉപ്പാപ്പ. നിരാശയാക്കിയത് ഉപ്പാപ്പ. ഇവിടെ വരാൻ ഒരുപാട് തവണ വരാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം. ഞങ്ങളിലൂടെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ഇവിടെ നിങ്ങൾ എത്തിക്കണം. അതിന് ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം. ഞങ്ങളിതാ തൽക്കാലം പോകുന്നു. നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. മരണം വരെയും മരണസമയത്തും മരണാനന്തരം ഖബറിലും ആർത്തിക ലോകത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് തരാൻ ആരാണുണ്ട്? ഞങ്ങൾ കൈവടിയല്ലോ ഉപ്പാപ്പ. ഞങ്ങൾ ഒഴിവാക്കിവിടല്ലോ ഉപ്പാപ്പ. ഞങ്ങൾ ചോദിച്ചു തരണേ ഉപ്പാപ്പ. അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. യാ ഖൗമി മുഅ്മിനീൻ. പിന്നെ മൂപ്പര് വലിയ ന്യായം പറഞ്ഞാൽ എന്താണെന്നറിയോ? മമ്പർത്തങ്ങളെ വിളിക്കുമ്പോൾ അത് പ്രാർത്ഥനയും അവരെ ദൈവാക്കലൊക്കെ ആവണമെങ്കിൽ എന്ത് വേണം? പടച്ചോനാന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ ദൈവം കൊടുക്കാത്ത കഴിവ് ഉമ്മാക്കും മമ്പർത്തങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്ന്. എന്നാലോ എന്താ മുസ്ലിയാർ സമർത്ഥിക്കുന്നത്? ഇവർക്കൊക്കെ അള്ള കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്നതാണ് വിശ്വാസം എന്ന് വളരെ കൃത്യമായി പൂക്കോട്ടൂര് പറയുന്നൊരു വാചകം കേട്ടോളൂ. എന്താ അയാളെ വിശ്വാസം? അവിടെ നമ്മൾ വിളിക്കുന്നത് ഉമ്മ ദൈവമാണെന്നോ മമ്പർത്തങ്ങൾ ദൈവമാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മളാ വിളിക്കുന്നത് ഒരു ആദരവിന്റെ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹാന് നമ്മളെ ശരിക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന ഒരു ബോധത്തിൽ നിന്ന് ഉത്ഭുതമായതാ. അല്ലാതെ അദ്ദേഹം ദൈവമാണ് അല്ലെങ്കിൽ ദൈവം കൊടുക്കാത്ത എന്തോ പ്രത്യേക കഴിവുണ്ട് എന്ന് കരുതിക്കൊണ്ടല്ല. ഈ ഒരു തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ തീരും. ഈ ഒരു തത്വം ഇങ്ങനെ സമൂഹത്തിൽ ചില്ലറ അഭിപ്രായാന്തരങ്ങൾ പടർന്ന് നമ്മുടെ ചില ചെറുപ്പക്കാർ അത് ശരിയാണെന്ന് ചിന്തിച്ച് അല്പം ഒരു വിദ്യാസമ്പന്നനാകുമ്പോഴേക്കും പഴയ പുരോഗതി അല്ലെങ്കിൽ അധോഗതി ഇതൊക്കെ അവർ വിലയിരുത്തുന്നത് മതപരമായ ചിഹ്നങ്ങളിലൂടെയാണ്. മതപരമായ പഴമ മുറുകെ പിടിച്ചാൽ പഴഞ്ചനായി എന്നൊരു തോന്നല. ആ തോന്നലിൽ നിന്ന് ഉത്ഭൂതമായ ചില നവീന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാരതിലേക്ക് ആകർഷിക്കുന്നത്. അല്ലാതെ അവർ രണ്ടിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതുകൊണ്ടല്ല. എന്താ പള്ളി പറഞ്ഞത്? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹാൻ നമ്മളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഒരു ബോധത്തിൽ നിന്നാണ്. അതല്ലാതെ ആ ബോധത്തിൽ നിന്നാണ് ഞങ്ങൾ അവരെ വിളിച്ച് തേടുന്നത്. അല്ലാതെ അവർ ദൈവമാണെന്നോ ദൈവം കൊടുക്കാത്ത കഴിവുണ്ടെന്നോ കരുതിയിട്ടല്ല, വിശ്വസിച്ചിട്ടല്ല. ഇതാണ് മനസ്സിലായ സർവ്വ പ്രശ്നമാണ് തീരുന്നു. വെറുതെ ചെറുപ്പക്കാരെ നിങ്ങളൊന്നും വഹാബികളെ പിന്നാലെ തെറ്റിദ്ധരിച്ചിട്ട് മുജാഹിദുകളുടെ പിന്നാലെ പോകണ്ടെന്നാണ് ഇയാൾ പ്രസംഗത്തിന്റെ അവസാന ഭാഗം പറയുന്നത്. ഓ സഹോദര, നിങ്ങളടക്കമുള്ള മുസ്ലിയാക്കളോട് പറയാണ്, നിങ്ങളുടെ ഇതേ ന്യായമാണ് അറേബ്യൻ മുശ്രിക്കുകളും പറഞ്ഞത്. അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥിച്ചിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ തെൽബിയത്ത് ചൊല്ലിയിരുന്നത് എങ്ങനെയാണ്? ലബ്ബൈക ലാ ശരീക ലക എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയിരുന്നത്. നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടിതാ ഞങ്ങൾ വന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വൈലക്കും ഖദ്, നിങ്ങൾക്ക് നാശം, അവിടെ നിർത്തിക്കോ, സ്റ്റോപ്പ്. നിങ്ങൾ പറയില്ലേ? കാരണം അള്ളാഹിൻ്റെ റസൂൽ വരെ തെൽബിയത്ത് ഇടക്ക് കേൾക്കുന്നുണ്ട്. കാരണം ഇനി ചൊല്ലാൻ പോകുന്ന വരി ഈ പൂക്കോട്ടൂർക്കാരനും അതുപോലെ തന്നെ മറ്റേ ബുഖാരിയൊക്കെ പറയുന്ന ന്യായാണ്. അന്നത്തെ മുശ്രിക്ക് പറഞ്ഞ ന്യായം അതാ പറയാൻ പോകുന്നത്. എന്താ അവർ പറയുന്നത്? നിനക്കൊരു പങ്കാളിയുണ്ട്, ആ പങ്കാളി സ്വന്തമായി കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ പൂക്കോട്ടൂരൊക്കെ പറഞ്ഞതുപോലെ എന്താ മൂപ്പരെന്താ പറഞ്ഞത്? ദൈവമാണെന്നോ ദൈവം കൊടുക്കാത്ത കഴിവുണ്ടെന്നോ വിശ്വസിച്ചാലേ പ്രാർത്ഥനയാവുള്ളൂ എന്ന്. എന്നാൽ മുശ്രിക്കുകൾ പറഞ്ഞാൽ എന്താണ്? ആ പങ്കാളി ദൈവമല്ല. എങ്ങനത്തെ ദൈവമല്ല? സ്വന്തം കഴിവുള്ള ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹുവലക, ആ പങ്കാളി നിന്റേതാണ്. തംലികുഹു വമാ മലക, ആ പങ്കാളിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ്. വമാ മലക, ആ പങ്കാളിക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല. അതല്ലെങ്കിൽ ആ പങ്കാളിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതൊക്കെ നീ കൊടുത്തതാണ്. അവര് പടച്ചവന്മാരല്ല, അവര് പടച്ചവൻ കൊടുക്കാത്ത കഴിവുള്ളവരല്ല എന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ അവരെ സങ്കല്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്തിനാ അവരോട് നിങ്ങൾക്ക് നാശം എന്ന് പറയുന്നത്? തിരക്കടില്ല, നിങ്ങൾ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ മെമ്പർമാരാണ്, അള്ളാഹ് കൊടുത്ത കഴിവെന്നല്ലേ ചോദിക്കുന്നത് എന്ന് പറഞ്ഞോ? മുസ്ലിയാരെ നിങ്ങൾ വ്യക്തമാക്കണം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ കഠിനമായി എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതേ വിശ്വാസം നിങ്ങൾ ഇപ്പം ഇവിടെ യുക്തിവാദമായിട്ട് വിളമ്പാണ്. നാടന്മാർക്ക് മനസ്സിലാകുന്ന അഖിൽ വിളമ്പിയതാ. അപ്പൊ നിങ്ങൾ എന്ത് അള്ള കൊടുക്കാത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല, കൊടുത്തതിൽ നിന്നാ ചോദിക്കുന്നത്. അതന്നെ അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകളും ചോദിച്ചത്. അള്ളാഹു കൊടുത്ത കഴിവ് തന്നെ അവരും ചോദിച്ചത്.
അന്നത് ശിർക്കായില്ലേ? അള്ളാന്റെ റസൂൽ അത് ഗൗരവത്തോടെ എതിർത്തില്ലേ? അതുകൊണ്ടാണ് ആ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്ന അവിടുത്തെ പിൻഗാമികളായ ഞങ്ങളും നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. മുത്ത മുസ്തഫ അവരെ ചോദ്യം ചെയ്തതുകൊണ്ട്, അവരെ ശക്തമായി എതിർത്തതുകൊണ്ട്, ആ റസൂലിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, മഹബത്തുള്ളത് കൊണ്ട് ഇന്നത്തെ മുസ്ലിമീങ്ങൾ നിങ്ങളുടെ ഈ ന്യായത്തെ തകർക്കുന്നു, ചോദ്യം ചെയ്യുന്നു, നിശിതമായി വിമർശിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് റഫീൽക്ക് പോകലും, മഖാമി ഇബ്രാഹിമിൻ്റെ അവിടുത്തെ നിസ്കാരവും, ഹജറുൽ അസ്വദിൻ്റെ അടുക്കുന്ന അള്ളാഹിനോട് പ്രാർത്ഥിക്കലും, ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മമ്പർത്തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഔസുല്ലാദമേ, മുഹീദ്ദീൻ ശൈഖേ, മടവൂരെ രക്ഷിക്കണേ എന്നൊന്നും പറയാൻ ഈ വക സൽക്കർമ്മങ്ങളെ നിങ്ങളുടെ ശിർക്കിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയി ദയവായി കെട്ടരുത്. ദയവായി നിങ്ങൾ അത് അവിടെ കൂട്ടിക്കെട്ടിയിട്ട് നിങ്ങളുടെ ശിർക്ക് സ്ഥാപിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് തെളിവില്ല എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. ഫലാ ബുർഹാന ലഹു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തെളിവുണ്ടാവില്ല. എട്ടുകാലി വലയേക്കാൾ ദുർബലമായ യുക്തിവാദം കൊണ്ട് നടക്കലല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല. അതുകൊണ്ട് വിവേകബുദ്ധിയുള്ള ആളുകൾ, വിവേകമുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃത്യമായ നിലക്ക് പ്രമാണങ്ങളിലൂടെ, ഇയാൾ പറഞ്ഞ മാതിരി യുക്തിവാദത്തിലൂടെയല്ല, അഖ്ലിലൂടെയല്ല, നഖ്ലിലൂടെ, പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ പഠിക്കുക, പിന്തുടരുക, റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് കൽപ്പിച്ചതാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല. ആ ശുദ്ധമായ തൗഹീദിലേക്ക് എല്ലാവരും ആ രൂപത്തിൽ അതിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി കൊണ്ട് മാറുക. റഹ്മാനായ റബ്ബ് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ സൽപാന്താവിലേക്ക് തിരിയുവാനുള്ള ഏറ്റവും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.